ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ നേഷൻ ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഫെഡറൽ നേഷൻ എന്ന് പറയുന്ന പ്രത്യേകത എന്താണ്? ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഫെഡറൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിലോ നമ്മളുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ടർ നിങ്ങൾക്കറിയാമല്ലോ. കേശവാനന്ദ ഭാരതി കേസ് നിങ്ങൾക്കറിയാമല്ലോ. കേശവാനന്ദ ഭാരതി കേസ് അനുസരിച്ചുള്ള ബേസിക് സ്ട്രക്ചറാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറൽ. പക്ഷേ ഫെഡറൽ എന്ന വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയുമില്ല. നമ്മൾ എങ്ങനെയുള്ള രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇനി നമ്മൾ എന്താലോചിക്കേണ്ടതുണ്ട്? എങ്ങനെയാണ് നമ്മുടെ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് ഉള്ളത് എന്ന് നമുക്കറിയാം. ഒരു സെൻട്രൽ ഗവൺമെൻറ് നമുക്കുണ്ട്. ഈ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് നമ്മുടെ പല ആളുകളും വിശേഷിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്വാസി ഫെഡറൽ എന്ന് നമ്മുടെ രാജ്യത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? നമ്മൾ പരിപൂർണമായും ഫെഡറൽ അല്ല. പകരം എങ്ങനെയാണ് ക്വാസി ഫെഡറൽ എന്ന് തോന്നിപ്പിക്കുന്ന ഫെഡറൽ ഫീച്ചേഴ്സ് ഉള്ള എന്നാൽ സെൻട്രലൈസിങ് ടെൻഡൻസിയുള്ള ഒരു രാജ്യമാണ്, ഒരു ഭരണഘടനയാണ് നമ്മുടേത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് തരത്തിൽ ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള നമ്മുടെ ഒരു കിടപ്പ് വശമാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. നോക്കൂ, നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് പഠിക്കുമ്പോൾ 3 റിലേഷൻസാണ് പഠിക്കുന്നത്. ഒന്ന് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആണ്, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ആണ്, പിന്നൊന്ന് ഫൈനാൻഷ്യൽ റിലേഷൻസ് ആണ്. ഇതിൽ ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് പാർട്ട് 11 ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കൃത്യമായിട്ട് ഓർക്കണം, പാർട്ട് 11 എന്നുള്ളത്. ആർട്ടിക്കിൾ 245 മുതൽ 255 വരെ ലെജിസ്ലേറ്റീവ് റിലേഷൻസും ആർട്ടിക്കിൾ 256 മുതൽ 263 വരെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, മനസ്സിലാക്കാനായിട്ടുള്ളത്. ഫൈനാൻഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നത് പാർട്ട് 12 പോവുകയാണ്. ഇത് 11 രണ്ടും, ഇത് 12 പോവുകയാണ്. ഇവിടെയുള്ള ആർട്ടിക്കിളുകളാണെങ്കിൽ അത് 268 മുതൽ 293 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. ഏതെല്ലാം ആർട്ടിക്കിളുകൾ, ഏത് പാർട്ട് എന്നീ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസുമാണ് നോക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് അടിസ്ഥാനപരമായിട്ട് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് എങ്ങനെയാണോ സ്പ്രെഡായി കിടക്കുന്നത് ഏതാണ്ട് അതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് അഥവാ എക്സിക്യൂട്ടീവ് റിലേഷൻസ് എന്നൊക്കെ നമുക്കിതിനെ മനസ്സിലാക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനെ നമുക്ക് എക്സിക്യൂട്ടീവ് റിലേഷൻ എന്ന തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ബേസിക്കലി ലെജിസ്ലേറ്റീവ് റിലേഷൻസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് അധികം ഉണ്ടാവില്ല, 2 സ്ലൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പ്രത്യേകതകൾ മാത്രമേ പറയുന്നുള്ളൂ. ലെജിസ്ലേറ്റീവ് റിലേഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നോക്കൂ, ലെജിസ്ലേറ്റീവ് റിലേഷൻസ് പാർട്ട് 11 ആർട്ടിക്കിൾ 245 തുടങ്ങി 255 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഫെഡറൽ സ്ട്രക്ചറാണ് എന്ന് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഫെഡറൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് അല്ലേ, ഒരു സെൻറ്റർ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് താഴെ വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റുകൾ, നമ്മളുടെ നാട്ടിൽ ഇതിനെ സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2 എന്നുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ഈ അധികാരങ്ങളുള്ള സബ് യൂണിറ്റുകളുള്ള ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഫെഡറൽ സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉള്ള ഒരു രാജ്യമാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം നമ്മുടെ സംസ്ഥാനത്തിന്, എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഫെഡറൽ നേഷനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത പാർട്ട് എന്താണ്? ഇങ്ങനെ ഒരു അധികാരമുള്ളത് കൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെ, ലെജിസ്ലേറ്റീവ് അധികാരങ്ങളെ, ഫൈനാൻഷ്യൽ അധികാരങ്ങളെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇടയിൽ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി. പക്ഷേ ജുഡീഷ്യൽ അധികാരങ്ങൾ വിഭജിച്ചിട്ടുണ്ടോ? ജുഡീഷ്യൽ പവർ പക്ഷേ വിഭജിച്ചിട്ടില്ല.
മനസ്സിലാവുണ്ടോ? ജുഡീഷ്യൽ പവർ പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, വിഭജിച്ചിട്ടില്ല. അതെങ്ങനെയാണ് നമ്മളുടേത്? ഒരു ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്. അത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ വിഭജിച്ചിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അവിടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ എന്താണ്, കംപ്ലീറ്റ്ലി ഓവർ റൂൾ ചെയ്തുകൊണ്ടിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്കാണത് കിടക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് 245 മുതൽ 255 വരെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 തലങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ടെറിട്ടോറിയൽ സ്കോപ്പ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. എന്താണ് ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ്? എത്രത്തോളമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ലെജിസ്ലേഷൻ അധികാരങ്ങൾ നീളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളെ 3 ലിസ്റ്റുകളായി തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ അധികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ചില അപൂർവമായിട്ടുള്ള അവസരങ്ങളിൽ, ചില പ്രത്യേക അവസരങ്ങളിൽ പാർലമെൻറ്റിന്, നോക്കൂ ഈ 3 ലിസ്റ്റായി തിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിയൻ ഗവൺമെൻറ്റിന് എവിടെ നിയമമുണ്ടാക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എവിടെ നിയമമുണ്ടാക്കാം, ഒരു കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്, 2 പേർക്കും ഒരുമിച്ച് ഒരുപോലെ നിയമമുണ്ടാക്കാൻ പറ്റുന്നത്. ഇത് വളരെ കൃത്യമായി പറയുകയാണ് അല്ലേ. ഇനി ഇത്തരത്തിലുള്ള ഇതാണ് നോർമൽ കേസ് അല്ലേ, ഒരു നോർമലായിട്ടുള്ള സമയം ഇതാണ്. പക്ഷേ ചില അബ്നോർമലായിട്ടുള്ള അവസരങ്ങളിൽ, ചില അപൂർവമായിട്ടുള്ള ചില അവസരങ്ങളിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പാർലമെൻറ്റിന് ലെജിസ്ലേഷൻ നടത്തേണ്ടി വരും. പക്ഷെ എന്തിൻ്റെ മേലിലാണ്? യൂണിയൻ ലിസ്റ്റിലല്ല, പകരം സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള സബ്ജക്റ്റുകളിൽ. ഇങ്ങനെയുള്ള 5 പ്രത്യേക അവസരങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ദ ഫെഡറൽ ഗവൺമെൻറ്റ്സ് പവർ ഓവർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. സ്റ്റേറ്റിൻ്റെ നിയമനിർമ്മാണ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളുടെ മുകളിൽ ഫെഡറൽ ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്റിന് ചില സമയങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ഷോർട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ ആ ഒരു ഭാഗം? ശരി, ആദ്യ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ്. ആർട്ടിക്കിൾ 245 നമുക്ക് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ ടെറിട്ടോറിയൽ ലിമിറ്റ്സിൻ്റെ ഉള്ളിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കൂ, ആർട്ടിക്കിൾ 245 നോക്കുകയാണെങ്കിൽ 245 ക്ലോസ് 1 നോക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു എനാക്ട് ലോസ് ദാറ്റ് അപ്ലൈ ടു ഓൾ ഓർ പാർട്ട് ഓഫ് ഇന്ത്യാസ് ടെറിട്ടറി. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ലോസ്, പാർലമെൻറ്റ് ആ ലോയിൽ പറയുന്നതനുസരിച്ച് ഓൾ ഓഫ് ദ ഇന്ത്യൻ ടെറിട്ടറിയിലേക്കോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ടെറിട്ടറിയിലേക്കോ ആപ്ലിക്കബിൾ ആകും. അതായത് മൊത്തം ഇന്ത്യൻ ടെറിട്ടറിയിലേക്കും പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമം ആപ്ലിക്കബിൾ ആണ് എന്ന് ചുരുക്കം. ഇനി നോക്കൂ, ലെജിസ്ലേഷൻ പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഹാസ് ആൻ എക്സ്ട്രാ ടെറിട്ടോറിയൽ എഫക്റ്റ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കുണ്ട്. അതായത് ഇന്ത്യൻ സബ്ജക്ട്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടി ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ്. അതായത് ഒരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ സിറ്റിസനാണ്, ആ ഇന്ത്യൻ സിറ്റിസൺ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടികളും ചിലപ്പോൾ അക്വയർ ചെയ്യും അല്ലേ. ഇതെല്ലാം ഇന്ത്യൻ നിയമത്തിന് വിധേയമായിരിക്കും. അതിന് മുകളിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ പാർലമെൻറ്റിന് നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഹോൾ ഓഫ് ദ ഇന്ത്യൻ ടെറിട്ടറി, ആ സംസ്ഥാനമാണെങ്കിലോ ആ സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള ടെറിട്ടറി, ആ സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാം. പക്ഷെ അല്ലാണ്ട് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റും ആ ഒബ്ജക്റ്റും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള റിലേഷൻ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നിയമവും ആ സ്റ്റേറ്റിന് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ there are certain regulations by the president. ഇത് എവിടെയൊക്കെ അറിയോ നിങ്ങൾക്ക്? ഇത് നമ്മളുടെ പ്രധാനപ്പെട്ട യൂണിയൻ ടെറിട്ടറീസിനെ നിങ്ങൾ എടുക്കുക. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ. എവിടെയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ? ലക്ഷദ്വീപ് ഐലൻഡുകൾ,
ദാദ്ര നാഗർ ഹവേലി നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഇപ്പം എന്താണ്, ദാമൻ ദിയു കൂടി അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ലഡാക്കും വരും. ഏതാണ്, ലഡാക്കും വരും. അപ്പോൾ ഇവരെല്ലാവരും അല്ലെ ലെജിസ്ലേച്ചറുകളില്ലാത്ത യൂണിയൻ ടെറിട്ടറീസ് ആണ്, അല്ലെ ലെജിസ്ലേച്ചറുകളില്ലാത്ത യൂണിയൻ ടെറിട്ടറികളാണ് ഇവയോരോന്നും. ഈ സ്ഥലങ്ങളുടെ പീസ് പ്രോഗ്രസ്, പിന്നെന്താണ്, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഗുഡ് ഗവർണൻസ്. ഇതിന് വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളുടെ പീസ്, പ്രോഗ്രസ് ആൻഡ് ഗുഡ് ഗവർണൻസ് ഓഫ് ദീസ് യൂണിയൻ ടെറിട്ടറീസ് പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റിന് സർട്ടൻ റെഗുലേഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇനി ഇപ്പോൾ പുതുച്ചേരി നിങ്ങൾ എടുക്കുക. പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി എന്താണ്, പ്രസിഡന്റിന് ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ്, അസംബ്ലി സസ്പെൻഡ് ആയിരിക്കുകയോ ഡിസോൾവ് ആക്കപ്പെടുകയോ ചെയ്യുന്ന സമയങ്ങളിലാണ് ചെയ്യാനായിട്ട് സാധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പുതുച്ചേരിയിൽ എപ്പോഴാണ് സാധിക്കുക, പുതുച്ചേരിയിൽ സാധിക്കുന്നത് അവിടുത്തെ അസംബ്ലി ഡിസോൾവ്ഡ് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് പുതുച്ചേരിയിൽ എന്ത് ചെയ്യാൻ പറ്റുക, ഈ രീതിയിൽ പ്രസിഡന്റിന് റെഗുലേഷൻസ് ഇറക്കാനായിട്ട് സാധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി പ്രസിഡന്റ് ഇങ്ങനെ ചെയ്യുന്നത് പോലെ തന്നെ ഗവർണർമാർക്കും ചില അധികാരങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഓർ ആപ്ലിക്കബിൾ വിത്ത് മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. അതായത് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പാർലമെന്റ് എന്ത് ചെയ്യുകയാണ്, ഒരു നിയമം പാസ്സാക്കുകയാണ്. ആ നിയമം ആ ഒരു സംസ്ഥാനത്തിൻ്റെ എന്താ പറയുക, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അപ്ലിക്കബിൾ അല്ലെന്ന് പറയാനോ, ഈ പാസ്സാക്കിയ നിയമം സർട്ടൈൻ അമെൻമെൻറ്റുകൾ നടത്തിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ അപ്ലിക്കബിൾ ആക്കാൻ പറ്റുള്ളൂ എന്നോ ഗവർണർക്ക് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവർണർ ഓഫ് ആസാം ഉണ്ട്. ആസാമിൻ്റെ ഗവർണറെ നിങ്ങൾ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാർലമെൻറ്റിൻ്റെ സർട്ടൈൻ ആക്ടുകൾ ഈ ആസാമിലുള്ള ചില ഓട്ടോണമസ് ട്രൈബൽ ഡിസ്ട്രിക്റ്റുകളുണ്ട്, എന്താ പറയുന്നത്, ചില ട്രൈബൽ ഏരിയാസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ട്രൈബൽ ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവയെ എന്ത് പേരിൽ കൂടി പറയാറുണ്ട്, ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സ് എന്നും പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് ചില പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കബിൾ ആവില്ലെന്നോ അല്ലെങ്കിൽ ചില മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടേ ആപ്ലിക്കബിൾ ആകുള്ളൂ എന്നും വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ ഗവർണർ ആസാമിൽ ഇങ്ങനെ പറയുന്നില്ലേ, ഇതേ അധികാരം പ്രസിഡന്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾ അറിയോ നിങ്ങൾക്ക്, ഏതൊക്കെ ട്രൈബൽ ഏരിയാസ് ആണെന്നറിയോ? ഇതേപോലത്തെ ആസാമിലെ ട്രൈബൽ അല്ലെങ്കിൽ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിൽ ആസാമിൻ്റെ ഗവർണർ ഈ എൻജോയ് ചെയ്യുന്ന ഇതേ അധികാരങ്ങൾ മേഘാലയ, ത്രിപുര, മിസോറാം. ഏതൊക്കെയാണ്? മേഘാലയ, ത്രിപുര, മിസോറാം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റും എൻജോയ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പാർലമെൻറ്റിൻ്റെ ചില നിയമങ്ങൾ ഇവിടുത്തെ ട്രൈബൽ ഏരിയാസിലേക്ക്, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ ട്രൈബൽ ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ ആവില്ല എന്നും അല്ലെങ്കിൽ മോഡിഫിക്കേഷനോടുകൂടി മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ എന്നും പറയാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. മനസ്സിലായോ? കൃത്യമാണല്ലോ. അപ്പോൾ ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് ഈ രീതിയിൽ എന്താണ്, ചില വ്യത്യാസങ്ങളോടുകൂടിയാണ് കിടക്കുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ലിസ്റ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അതിലേക്ക് നമുക്ക് ഉടനെ വരാം. ആർട്ടിക്കിൾ 246 ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ആർട്ടിക്കിൾ 246? എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അതായത് പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഇങ്ങനെ എന്താ പറയുക, ലെജിസ്ലേറ്റ് ചെയ്യാനായിട്ട് സബ്ജക്റ്റ് മാറ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചിട്ടുണ്ട്, പല ലിസ്റ്റുകളായി തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 246 നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതി, അതായത് ഈ മൂന്ന് ലിസ്റ്റുകൾ എന്നുള്ള രീതി ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ബൃഹത്തായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ബൾക്കി ആവാൻ കാരണമായിട്ടുള്ള ആക്ടായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിലാണ് ആദ്യമായിട്ട് ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഫെഡറൽ, പ്രൊവിൻഷ്യൽ, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന രീതിയിൽ മൂന്ന് ലിസ്റ്റുകൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ആയിരുന്നു. ഇത് നമ്മൾ പിന്നീട് 1950 നമുക്ക്
ഭരണഘടന നമ്മൾ അംഗീകരിച്ച് നമ്മൾ റിപ്പബ്ലിക് ആയപ്പോൾ നമ്മൾ ഈ ഒരു രീതി എന്ത് ചെയ്തു, നമ്മൾ സ്വീകരിക്കുകയായിരുന്നു. ഇനി ആർട്ടിക്കിൾ 246A പോവുകയാണെങ്കിൽ അതിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ടു GST അവിടെ തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആർട്ടിക്കിൾ 248 റെസിഡ്യുവറി പവറുകൾ തന്നിട്ടുള്ളത്. എന്താണ് റെസിഡ്യുവറി പവറുകൾ? നോക്കൂ, ഈ 3 ലിസ്റ്റിലും ഇതല്ല, ഇപ്പോൾ പുതിയ ലിസ്റ്റ് എന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റിലും ഇതുവരെ പറയാത്തൊരു പുതിയ കാര്യം കടന്നു വരികയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചായിരിക്കാം. കാരണം പണ്ട് ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താ പറയുക IT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു രീതി ഇവിടെ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് റെസിഡ്യുവറി അധികാരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും പറയാത്തൊരു കാര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 248 പറയുന്നത്. റെസിഡ്യുവറി പവർ ആരുടെ അടുത്താണ്? പാർലമെൻറ്റിൻ്റെ അടുത്തായിരിക്കും. അതായത് ഈ പറയുന്ന 3 ലിസ്റ്റുകളിലും ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെൻ്റ് ആയിരിക്കും, സംസ്ഥാനങ്ങളായിരിക്കില്ല. ഏതെങ്കിലും ഒരു തലത്തിലൊരു കോൺഫ്ലിക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും സെൻട്രൽ ലോ ആയിരിക്കും പ്രിവെയിൽ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഈ 2 ലിസ്റ്റുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് പല രീതിയിൽ കോൺഫ്ലിക്റ്റുകൾ വരാം വേണമെങ്കിൽ, അല്ലേ? പല രീതിയിൽ എന്ത് ചെയ്യാം, കോൺഫ്ലിക്റ്റുകൾ വേണമെങ്കിൽ വരാം. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, യൂണിയൻ ലിസ്റ്റ് വിൽ ഹാവ് മോർ പവർ ദാൻ സ്റ്റേറ്റ് ലിസ്റ്റ്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും തമ്മിലൊരു ഇഷ്യൂ വന്നാൽ കൺകറൻറ്റ് ലിസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മുകളിൽ വരുന്നത്. യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും തമ്മിലൊരു ഇഷ്യൂ വന്നാലോ യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് ഏറ്റവും മുന്നിലായിരിക്കും, പിന്നെ ആയിരിക്കും ഏത്, കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നത്. അതിന് ശേഷമേ സ്റ്റേറ്റ് ലിസ്റ്റ് വരികയുള്ളൂ. അതായത് ഒരു കോൺഫ്ലിക്റ്റുകൾ വരികയാണ് നമ്മളുടെ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ആ ഭാഗം അത്യാവശ്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് അത്ര തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ, നിങ്ങൾക്ക് ഓർക്കാനായിട്ടുള്ള കാര്യം അത്ര തന്നെ ഉള്ളൂ അതിൽ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത് നോക്കൂ. യൂണിയൻ ലിസ്റ്റിൽ അടിസ്ഥാനപരമായിട്ട് ആദ്യം 97 ഫസ്റ്റ്, ഇത് ഏറ്റവും ആദ്യം നിലവിൽ വന്നപ്പോഴുള്ള എണ്ണമാണ് ആദ്യം തന്നിട്ടുള്ളത്. നിലവിൽ കുറച്ച് ചില ഡേറ്റ 98 എന്ന് പറയുന്നുണ്ട്, പക്ഷേ 100 എന്ന ഡേറ്റയാണ് കൂടുതൽ സ്ഥലങ്ങളിലും പറയുന്നത്. ഇനി യൂണിയൻ ലിസ്റ്റിൽ ആദ്യം 97 സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 98 മുതൽ 100 വരെ സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നു. ഇനി എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഇത്ര എണ്ണം എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് ഓർക്കുക. ഡിഫൻസ്, അറ്റോമിക് എനർജി, ഫോറിൻ അഫയേഴ്സ്, വാർ ആൻഡ് പീസ്, ബാങ്കിങ് ആണ്, ഇത് ബേക്കിംഗ് അല്ല, ബാങ്കിങ് ആണ്, റെയിൽവേസും നാഷണൽ ഹൈവേസും, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ്, എയർവേസ്, മേജർ പോർട്ടുകൾ ഓർത്ത് വയ്ക്കുക. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്, സിറ്റിസൺഷിപ്പ്, കറൻസി കോയിനേജ്, RBI, ലോട്ടറീസ്, ഇൻഷുറൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെൻസസ്, ഇലക്ഷൻ കമ്മീഷനും ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ അടിയിലുള്ള ബാക്കിയുള്ള ഇലക്ഷൻസും, കോർപ്പറേഷൻ ടാക്സ്, നോൺ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ എസ്റ്റേറ്റ് ഡ്യൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുവരെയുള്ള എക്സാമുകളിലേക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട യൂണിയൻ ലിസ്റ്റിലെ ഭാഗങ്ങളാണ് ഇവിടെ ഞാൻ തന്നിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം 66 ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ 61 കുറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ? പബ്ലിക് ഓർഡർ, പോലീസ് ആൻഡ് പ്രിസൺസ്, ലോക്കൽ ഗവൺമെൻറ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, പിൽഗ്രിമേജുകൾ, ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കർ, അഗ്രികൾച്ചറും വാട്ടറും ലാൻഡും, ഫിഷറീസ്, മാർക്കറ്റ്സ്, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, ടാക്സസ് ഓൺ ദ സെയിൽസ് ഓഫ് പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് അഥവാ പെട്രോള്, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയവയൊക്കെ എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പിന്നെ ഇലക്ട്രിസിറ്റിക്ക് മുകളിലുള്ള ടാക്സ്, ഓക്കെ, ഇലക്ട്രിസിറ്റിക്ക് മുകളിലുള്ള ടാക്സ്, ഇത്രയും കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആരാണ്? കൺകറൻറ്റ് ലിസ്റ്റാണ്. നോക്കൂ, കൺകറൻറ്റ് ലിസ്റ്റ് ആദ്യം 47 ഉണ്ടായിരുന്നത് പിന്നീട് 52 ഓക്കെ. ഇവിടെ ആദ്യം തരുന്ന 5 പേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സ്ഥിരമായി എക്സാമുകൾ വരുന്നവരാണ് ഈ 5 പേര്. കാരണം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റിൽ അത് നടന്നപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും മാറ്റി കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് സ്ഥാനം ലഭിച്ച ആളുകളാണ് ഈ 5 പേരും. ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, എഡ്യൂക്കേഷൻ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതുകൊണ്ട് തന്നെ ഈ 5 പേരും ഏത് ലിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുണ്ട്. ഇനി ബാക്കി എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഐറ്റംസ് കൺകറൻറ്റ് ലിസ്റ്റിൽ? ഇലക്ട്രിസിറ്റി,
ഫാക്ടറീസ്, പോർട്സ് അതർ ദാൻ മേജർ പോർട്സ്. മേജർ പോർട്സ് എവിടെയായിരുന്നു? യൂണിയൻ ലിസ്റ്റിലായിരുന്നു. പോർട്സ് അതർ ദാൻ മേജർ പോർട്സ് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. പോപ്പുലേഷൻ കൺട്രോൾ, ട്രേഡ് യൂണിയൻസ്, പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ്, ക്രിമിനൽ ലോ, ക്രിമിനൽ പ്രൊസീജിയർ, പ്രൈസ് കൺട്രോള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 3 ലിസ്റ്റുകളും അവയുടെ എണ്ണവും അതിലെ പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ചില സമയങ്ങളിൽ, ചില സവിശേഷ അവസരങ്ങളിൽ പാർലമെൻറ്റിന് എന്തിനുള്ള അധികാരം കിട്ടും? സ്റ്റേറ്റ് ഫീൽഡിൽ കയറിയിട്ട് എന്ത് ചെയ്യാനുള്ള അധികാരം കിട്ടും? വേണമെങ്കിൽ നിയമം നിർമ്മിക്കാനായിട്ടുള്ള അധികാരം കിട്ടും. അതായത് പാർലമെൻറ്റിന് എന്ത് അധികാരം കിട്ടുകയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളുണ്ടല്ലോ, സബ്ജക്റ്റുകൾ, അതിൽ ശരിക്കും പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ പറ്റില്ല. ചില സവിശേഷ സമയങ്ങളിൽ പക്ഷേ അതിന് സാധിക്കും. ഏതൊക്കെയാണ് ഈ സവിശേഷ സമയങ്ങളെന്നല്ലേ? ഒന്നാമത്തേത്, രാജ്യസഭ ചില സമയങ്ങളിൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നാഷണൽ ഇൻട്രസ്റ്റ്, രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക്, അതായത് പാർലമെൻറ്റിന് അധികാരം കൊടുക്കുകയാണ് നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത്തരത്തിലൊരു റെസല്യൂഷൻ 2/3 ഓഫ് ദ വോട്ട്, എത്രയാണ്? 2/3 ഓഫ് ദ വോട്ട് പീപ്പിൾ പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്, അവിടെ ഹാജരായി വോട്ട് ചെയ്യുന്ന ആളുകളിൽ 2/3 ആളുകൾ അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ രാജ്യസഭയ്ക്ക് ഇങ്ങനെ ഒരു റെസല്യൂഷൻ പാസ്സാക്കാൻ പറ്റൂ. അങ്ങനെ ഇങ്ങനെ ഒരു റെസല്യൂഷൻ രാജ്യസഭയ്ക്ക് മാത്രമേ പാസ്സാക്കാൻ പറ്റുള്ളൂ. അതുകൂടി നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? രാജ്യസഭയ്ക്ക് മാത്രമേ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതും ആലോചിക്കുക. അപ്പോൾ രാജ്യസഭയിൽ പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ആയിട്ടുള്ള ആളുകളിൽ 2/3 ആളുകൾ എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ട് അനുകൂലിക്കണം. ഇനി ഇങ്ങനെ റെസല്യൂഷൻ അത് എത്ര കാലം നിലനിൽക്കുക അറിയോ നിങ്ങൾക്ക്? 1 ഇയറിലേക്കാണ് ഈ രാജ്യസഭ പറയുന്ന ഈ റെസല്യൂഷൻ്റെ കാലാവധി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 1 ഇയർ ആണ്. പക്ഷേ ഇതെന്ത് ചെയ്യാൻ പറ്റും? എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? റിന്യൂ ചെയ്യാൻ പറ്റും. എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും ഇത് പാസ്സാക്കി റിന്യൂ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. പക്ഷേ എപ്പോഴും 1 വർഷത്തേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് റിന്യൂ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഇത്തരത്തിൽ രാജ്യസഭ കൊടുത്ത അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കുക. അത്തരത്തിലുള്ള ഒരു നിയമത്തിനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത്, അത് ആ സച്ച് ലോസ് സീസ് ടു ഹാവ് എഫക്റ്റ് ഓൺ ദ എക്സ്പയറേഷൻ ഓഫ് 6 months ആഫ്റ്റർ ദ റെസല്യൂഷൻ ഹാസ് സീസ് ടു ബി ഫോഴ്സ്. അതായത് ഈ ഒരു റെസല്യൂഷൻ്റെ കാലാവധി കഴിഞ്ഞ് 6 മാസം കൂടി മാത്രമേ ഈ രീതിയിൽ പാസ്സാക്കിയിട്ടുള്ള എന്ത് ചെയ്യുള്ളൂ, അതിനുള്ള ഒരു ലോയ്ക്കുള്ള നിലനിൽപ്പുള്ളൂ എന്നുകൂടി എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു സമയത്ത് സ്റ്റേറ്റിന് ഈ ഒരു വിഷയത്തിൽ എന്താ പറയുക? നിയമം നിർമ്മിക്കാൻ പറ്റുമോ? പറ്റും. സ്റ്റേറ്റിന് ഈ സമയത്ത് നിയമം നിർമ്മിക്കാൻ പറ്റും. പക്ഷേ സ്റ്റേറ്റും അതുപോലെ തന്നെ പാർലമെൻറ്റും ഉണ്ടാക്കിയ നിയമങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമമായിരിക്കും പ്രിവെയിൽ ചെയ്യുക എന്ന് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതായിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക? ഒരിക്കലും മറക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ രാജ്യസഭയുടെ റെസല്യൂഷൻ പാസ്സാക്കുമ്പോഴുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ, നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാറുന്നത് എന്ന് ആർട്ടിക്കിൾ 250, ഇത് 249 ആയിരുന്നു, ഇത് 250 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തേതായിട്ട് GSTയുടെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിട്ടുള്ള അധികാരങ്ങൾ കിട്ടും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ മുകളിലും എന്ത് ചെയ്യാൻ പറ്റും? പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നാഷണൽ എമർജൻസി പ്രൊക്ലമേഷൻ നിലനിൽക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ മാറ്റേഴ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ എമർജൻസി എപ്പോഴാണോ അവസാനിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞിട്ട് 6 months വരെ അതിന് എന്തുണ്ടാവുകയുള്ളൂ? പിന്നീട് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം ഇത്തരം നിയമങ്ങൾ എന്ത് ചെയ്യും? ഇല്ലാണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നാഷണൽ എമർജൻസി ഉള്ള സമയത്തും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഇതേ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇൻകൺസിസ്റ്റൻസി വന്നാൽ അതെപ്പോഴും എന്തായിരിക്കും? പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമമായിരിക്കും മുന്നിലേക്ക് വരിക. മനസ്സിലാവുന്നുണ്ടോ? പാർലമെൻ്ററി ലോവിൽ പ്രിവെയിൽ എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു, ഇത് 2 പിടിച്ചല്ലോ. മൂന്നാമത്തേത്, ഇനി പാർലമെൻറ്റിന് സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റിൽ കയറിയിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത് വെൻ 2 or more സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പാസ് എ റെസല്യൂഷൻ. 2 അതിലധികമോ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുകയാണ്? റെസല്യൂഷൻ പാസ്സാക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുടെ മേലിൽ നിങ്ങളൊരു നിയമം ഉണ്ടാക്കി തരണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ റെസല്യൂഷൻ പാസ്സാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ
വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് അല്ലേ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ വാട്ടർ ആക്ട് ഉണ്ട് അല്ലേ, ഇതെപ്പോഴാണ് 1974 വരുന്നത്. ഇതെല്ലാം എന്താണ്, വൈൽഡ് ലൈഫ് ആകട്ടെ, വാട്ടർ, ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ അടിയിൽ കൂടി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റേറ്റുകൾ, കേരളം ഉൾപ്പെടെ ചില സ്റ്റേറ്റുകൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2 or more സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റ്സ് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് 252 പ്രകാരമാണ്, എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്പോൾ പാർലമെൻറ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ ഒരു നിയമം ഉണ്ടാക്കും. ഇനി അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഒരു സബ്ജക്റ്റ് 1ഉം സബ്ജക്റ്റ് 2ഉം പാർലമെൻറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നോക്കൂ, ഈ റെസൊല്യൂഷൻ പാസ്സാക്കി സ്റ്റേറ്റുകൾ 2ഓ 3ഓ ആക്കിയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കി, പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഈ പർട്ടിക്കുലർ പാർലമെൻറ്റിൻ്റെ നിയമം എന്ത് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റുകളല്ലാണ്ട് പുതിയ സ്റ്റേറ്റുകൾക്കും എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള നിയമങ്ങൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ജസ്റ്റ് ഇതേപോലെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഞങ്ങളും ഇതിൽ ചേരുന്നു, ഇപ്പോൾ പുതിയതായിട്ട് പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമം ഞങ്ങളും അംഗീകരിക്കുന്നു നിങ്ങൾ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ആലോചിക്കുക കേട്ടോ, ഇപ്പോൾ സ്റ്റേറ്റ് 1ഉം 2ഉം സ്റ്റേറ്റ് 3യുമാണ് എന്ത് ചെയ്യുന്നത്, റെസൊല്യൂഷൻ പാസ്സാക്കിയത് എന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം ഇവർക്ക് മാത്രമേ ബാധകമുള്ളൂ, അല്ലാണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമല്ല. സ്റ്റേറ്റ് 4 എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഇവരോടൊപ്പം കൂടാം, അപ്പോൾ മാത്രമേ അതിലേക്ക് എന്ത് ചെയ്യുള്ളൂ, അപ്ലിക്കബിൾ ആവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയാൽ പിന്നെ ആ നിയമത്തിൻ്റെ മുകളിൽ അമെൻമെൻറ്റും മറ്റും നടത്താനുള്ള ഒരേ ഒരു അധികാരി ആരാണ്, പാർലമെൻറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഈ സ്റ്റേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഇതുണ്ടാക്കിയത്, ഞങ്ങൾ അമെൻഡ് ചെയ്യും എന്ന് പറയാൻ ഇവർക്ക് എന്ത് ചെയ്യില്ല, അധികാരമില്ല. അമെൻഡിങ് പവർ പിന്നെ സോൾലി പാർലമെൻറ്റിന് മാത്രമായിരിക്കുമെന്ന് കൂടി ഓർക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകളിലേക്ക് എന്ത് ചെയ്യണം, നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ യുണൈറ്റഡ് നേഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം, അപ്പോൾ ജനീവ കൺവെൻഷൻ പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് നിയമനിർമ്മാണം നടത്താം. ഇനി ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡ്യൂറിങ് പ്രസിഡൻസ് റൂൾ നിലവിൽ വരുന്ന സമയത്ത് നമുക്കറിയാം എന്തിനെ ഇതാക്കുകയാണ്, പ്രസിഡൻസ് റൂൾ നടത്തുന്ന സമയത്ത് പാർലമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിൻ്റെ ലോസ് മുഴുവൻ ഉണ്ടാക്കുന്നത് അല്ലേ. എന്ത് ചെയ്യുകയാണ്, പ്രസിഡൻറ്റിൻ്റെ റൂൾ, അതായത് ആ ലോ ഉണ്ടാക്കുന്ന പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന റൂൾസ്, പ്രസിഡൻസ് റൂളിൻ്റെ സമയത്ത് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന ലോസ് റൂള് എൻഡ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, ആ ലോസ് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രത്യേകം എന്ത് ചെയ്യണം, നിങ്ങൾ ആലോചിക്കണം. ഇതൊരു വലിയൊരു വ്യത്യാസമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അല്ലേ. അതായത് ഇഫ് ദർ ഇസ് എ ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഡ്യൂറിങ് ദിസ് പ്രസിഡൻസ് റൂൾ, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഈവൺ ആഫ്റ്റർ ദ പ്രസിഡൻസ് റൂൾ ഹാസ് എൻഡഡ്. അത് വളരെ പ്രത്യേകം എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇത്ര പീരീഡിലേക്കേ അത് ബാക്കിയുള്ളൂ എന്നൊന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതെന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ, അതായത് കോട്ടർമിനസ് അല്ല, പ്രസിഡൻറ്റ് റൂളുമായിട്ട് കോട്ടർമിനസ് അല്ല എന്തെന്ന് പറയുന്നത്. കോട്ടർമിനസ് എന്താ, ഒരുമിച്ച് അവസാനിക്കുന്നു. പ്രസിഡൻറ്റിൻ്റെ റൂൾ അവസാനിക്കുമ്പോൾ ഇതും അവസാനിക്കുന്നു എന്നാണോ? അല്ല. പകരം എന്താണത്, കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ലോ റിപ്പീൽ ചെയ്യണം അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രത്യേകം ഒരു നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ പാർലമെൻ്ററി ലെജിസ്ലേഷൻ ഇൻ സ്റ്റേറ്റ് ഫീൽഡ് 5 അവസരങ്ങളിലാണ്. ഈ 5 അവസരങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ചില സമയങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെ മുകളിലേക്ക് വരും. ഒന്നാമത്തെ കാര്യം എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ചില, ഇപ്പോൾ വലിയ ചൂടേറിയ ചർച്ച നടക്കുന്നൊരു പ്രശ്നമാണത് അല്ലേ. ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഗവർണർക്ക് പ്രസിഡൻറ്റിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? റിസർവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ പ്രസിഡൻറ്റിന് ഒരു തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് ടൈം പീരീഡ് ഒന്നുമില്ല, കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്. വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം, റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തീരുമാനം എടുക്കാണ്ടിരിക്കാം, ഇത്ര സമയത്തിനുള്ളിൽ എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ഇതിനെതിരായിട്ടാണ് സുപ്രീം കോടതി ഈ അടുത്തായിട്ട് ഉത്തരവ് ഇറക്കുകയും കൃത്യമായിട്ട് 3 മാസം 1 മാസം എന്നൊക്കെ വെച്ചിട്ടുള്ള ടൈം ലൈനുകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 200
ആർട്ടിക്കിൾ 201 എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഈ ഒരു ഗവർണറുടെയും പ്രസിഡൻറ്റിൻ്റെയും അധികാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സ്ഥലങ്ങളാണ്. 200 ഗവർണർക്ക് ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യാം, ഈ ബില്ല് മാറ്റിവെക്കാമെന്ന് പറയുന്നു. അതിൽ പ്രസിഡന്റിന് വേണ്ടി റിസർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 201 അതിനുശേഷം പ്രസിഡന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില certain ബിൽസ് നീഡ് പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ്. ചില പർട്ടിക്കുലർ ബില്ലുകൾ പ്രസിഡന്റിൻ്റെ പ്രയർ പെർമിഷനോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 304 ഫ്രീഡം ഓഫ് ട്രേഡ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ? ഫ്രീഡം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്, ഈ ഫ്രീഡം ഓഫ് ട്രേഡിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്ന പോലെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നൊരു നിയമനിർമ്മാണം ഉണ്ടായി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചില ബില്ലുകൾക്ക് പ്രസിഡന്റിൻ്റെ പ്രയർ പെർമിഷൻ ആവശ്യമാണ്. പ്രസിഡന്റിൻ്റെ പെർമിഷൻ വെച്ചാൽ എന്താണ്? സെൻട്രലിൻ്റെ പെർമിഷൻ തന്നെ. പിന്നെ ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇപ്പം മണി ബില്ലുകൾ, സംസ്ഥാനങ്ങൾ ഒരു മണി ബില്ലുകൾ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മണി ബില്ല് പ്രസിഡന്റിൻ്റെ പ്രയർ പെർമിഷനോട് കൂടിയിട്ടേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇതും എന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ സെൻട്രലിൻ്റെ കൺട്രോൾ ഓവർ ദ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ നമ്മൾ കണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ ലെജിസ്ലേറ്റീവ് തലത്തിലുള്ള അധികാരങ്ങൾ കൃത്യമായി കണ്ടില്ലേ? ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ഒന്നും എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആർട്ടിക്കിൾ 256 മുതൽ 263 വരെയുള്ള ആർട്ടിക്കിളുകളാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. ഇതിൽ ആർട്ടിക്കിൾ 256 എന്ന് പറയുന്നത് എന്താണ്? It ensures that the executive power of the states does not hinder the executive powers of the center. States are required to comply with laws made by the parliament. അതായത് നോക്കൂ, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സിന് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒബ്ലിഗേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആർട്ടിക്കിൾ 256. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്നുള്ളതിനെ നിങ്ങൾ എക്സിക്യൂട്ടീവ് പവർ എന്നുകൂടി നിങ്ങൾക്ക് വായിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിനേക്കാളും ഒരു പിടി താഴെയുള്ള അധികാരങ്ങൾ തന്നെ കിട്ടിയിട്ടുള്ളൂ. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ചുകൂടി അധികാരങ്ങൾ എക്സർസൈസ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് പവർ കുറച്ചുകൂടി അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം? കംപ്ലൈ ചെയ്യണം വിത്ത് ദ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് വളരെ ഉറപ്പാണ്. ഒരു പാർലമെൻ്ററി നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്സ് എന്താണ്, അത് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് ഉപയോഗിക്കുകയാണ്. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്താൽ അണ്ടർ ആർട്ടിക്കിൾ 365 എന്ത് ചെയ്യണം? ഇത് നമ്മൾ, അതായത് ഒരു സിറ്റുവേഷൻ വരികയാണ്. മനസ്സിലാവുണ്ടോ? 365 എന്താ പറയുന്നത്? എനി സ്റ്റേറ്റ് that is failed to comply with any directions given by the center, it will be lawful for the president to hold that a situation has arisen in which the government of the state cannot be carried on in accordance with the provisions of the constitution. ആർട്ടിക്കിൾ 365 പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കംപ്ലൈ ചെയ്യുന്നില്ല, അതെന്താണ്, അതിന് വേണ്ട എഫക്റ്റ് കൊടുക്കുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടല്ല ആ സംസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയിക്കാമെന്ന് ആർട്ടിക്കിൾ 365 പറയാണ്. അതിൻ്റെ അർത്ഥം എന്താ? 365 6 5 അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. എന്താണ്? അവിടെ 356 പ്രഖ്യാപിക്കാമെന്നാണ് പറയുന്നത്. അതായത് അവിടെ പ്രസിഡൻസ് റൂൾ പ്രഖ്യാപിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? 365ഉം 356ഉം ഇങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ കൃത്യമായിട്ട് എന്താണ്, നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ എത്രത്തോളം കൂടുതലാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 257 വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻസ് ബൈ ദ സെൻട്രൽ ടു ദ സ്റ്റേറ്റ്സ് ആണ്. അത് പല രീതിയിലാണ്. അതായത് റോഡ് മെയിൻ്റനൻസ്, കമ്മ്യൂണിക്കേഷൻ മെയിൻ്റനൻസ്, റെയിൽവേയുടെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ എന്താ പറയുക, മദർ ടങ്, അതായത് മാതൃഭാഷയും മറ്റു കാര്യങ്ങളുടെയും എന്താ പറയുക, അത് കാത്തു സൂക്ഷിക്കാൻ എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് സെൻട്രലിൻ്റെ ഡയറക്ഷൻസ് എന്ത് ചെയ്യും? സ്റ്റേറ്റ്സിന് പോകും എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 257 എന്ന് പറയുന്നത്. ഈ ഡയറക്ഷൻസും സ്റ്റേറ്റ് ഗവൺമെൻറ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ആണ്. 258ഉം 259 പോവുകയാണെങ്കിൽ ഇറ്റ് ടോക്സ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്.
ഇറ്റ് എൻട്രസ്റ്റ് ഗവർണർ വിത്ത് സർട്ടൻ ഫങ്ഷൻസ്. അതായത് ഗവർണർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില അധികാരങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പറയുന്ന ആർട്ടിക്കിളുകളാണ് 258-ഉം 259 ഇവിടെ നമുക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകം എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആർട്ടിക്കിൾ 260 പോവുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ അസ്യൂം ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഓർ ജുഡീഷ്യൽ ഫങ്ഷൻസ് ഓഫ് എ ഫോറിൻ ടെറിട്ടറി. ഒരു ഫോറിൻ ടെറിട്ടറിയുടെ ഏതൊക്കെ എടുക്കാൻ പറ്റും? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ ഫങ്ഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നിടമാണ് 260. 261 വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് ഇന്ത്യൻ സിറ്റിസൻസ് ടു റെക്കഗ്നൈസ് ആൻഡ് റെസ്പെക്ട് പബ്ലിക് റെക്കോർഡ്സ്, ആക്ട്സ് ആൻഡ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഓഫ് ബോത്ത് ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് ത്രൂ ഔട്ട് ദ ഇന്ത്യ. ഓരോ ഇന്ത്യൻ പൗരനും, സെൻട്രലിൻ്റെ ആവട്ടെ സ്റ്റേറ്റിൻ്റെ ആകട്ടെ, പബ്ലിക് റെക്കോർഡുകൾ, ആക്ടുകൾ, ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ത്രൂ ഔട്ട് ദ ഇന്ത്യ എന്ത് ചെയ്യേണ്ടതുണ്ട്? റെക്കഗ്നൈസ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടെന്ന് പറയുകയാണ്. 262 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ ഡിസ്പ്യൂട്ടുകൾ, അഡ്ജുഡിക്കേഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു വാട്ടർ ബിറ്റ്വീൻ സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ള അഡ്ജുഡിക്കേഷൻ ഓഫ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് നടത്തുന്ന 262 ആർട്ടിക്കിൾ പറയുന്നു. ആർട്ടിക്കിൾ 263 എന്ത് പറയുന്നു? പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ദ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. അതായത് സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ള എന്താ പറയുക, വർത്തമാനങ്ങൾ, അവയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ നിർമ്മിക്കുക എന്നുള്ളത് പ്രസിഡന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇത് ആർട്ടിക്കിൾ 263 പറയുന്നത്. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള, എക്സിക്യൂട്ടീവ് തലത്തിലുള്ള അധികാരങ്ങൾ തമ്മിലുള്ള സ്റ്റേറ്റുകളുടെ, വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളെ ബാധിക്കുന്ന തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിളുകൾ. ഓക്കെ അല്ലേ? അപ്പോൾ ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള റിലേഷനുകൾ നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. താങ്ക്